അമേരിക്ക ഇപ്പൊ പെരുമാറുന്നത് ഒരു റോഗ് സൂപ്പർ പവർ ആയിട്ടാണ്. പഴയൊരു ഇൻഫ്ലുവൻസ് ഇല്ലാതാവുമ്പോൾ അമേരിക്കൻസ് ആർ വറീഡ് ദാറ്റ് ദ ചൈനീസ് ആർ റൈസിങ് വെരി ഫാസ്റ്റ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു റോഗ്നെസ് അവരുടെ ബിഹേവിയറിൽ നമുക്കിന്ന് കാണാം. അപ്പോ ഈ മാർക്ക് കാണി അമേരിക്ക കാനഡയെ ത്രെറ്റൻ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് റൂൾസ് ബേസ്ഡ് ഓർഡറിന്റെ ഓർമ്മ വരുന്നത്. വെൻ ഇറ്റ് കംസ് ടു ദ മിഡിൽ ഈസ്റ്റ് ദ ലോബി ഈസ് റണ്ണിങ് അവർ ഫോറിൻ പോളിസി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോബി എന്ന് ഉദ്ദേശിച്ചത് ഇസ്രായേൽ ലോബിനെ പറ്റിയിട്ടാണ്. ലിബിയ നോർത്ത് ആഫ്രിക്കയിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്നായിരുന്നു ഗദ്ദാഫിയുടെ സമയത്ത്. ആ ലിബിയയുടെ ഇന്നത്തെ അവസ്ഥ നോക്കും. ലിബിയയിൽ 2 ഗവൺമെന്റ് ഉണ്ട്, 2 പാർലമെന്റ് ഉണ്ട്, മൾട്ടിപ്പിൾ മിലീഷ്യാസ് ഉണ്ട്. സിറിയ എന്ന് ഭരിക്കുന്നത് ഗോലാനി ജബഹത്ത് അൽ നുസ്രയുടെ നേതാവായിരുന്നു. ജബഹത്ത് അൽ നുസ്ര അൽ ഖൈദയുടെ സിറിയൻ വിങ് ആണ്. അപ്പോ ഞാൻ പറയുന്നത് ഇത് ഈ ജനാധിപത്യം, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് അതൊരു നെറേറ്റീവ് സെറ്റിംഗ് ആണ്. മാത്രമല്ല, നിങ്ങൾക്ക് ജനാധിപത്യം ഇങ്ങനെ ഈ ത്രൂ ദ ബാരൽസ് ഓഫ് ദ ഗൺസ് നിങ്ങൾക്ക് ജനാധിപത്യം കൊണ്ടുവരാനും പറ്റില്ല. അൽ ഖൈദ ഇൻ ഇറാഖ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് 2003 അമേരിക്കയുടെ ഇറാഖ് ഇൻവേഷന് ശേഷമാണ്. അതിന് മുമ്പ് അൽ ഖൈദ ഇൻ ഇറാഖില്ല. അല്ലെങ്കിൽ സാഹേൽ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സാഹേൽ പ്രൊവിൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. ഇവരൊന്നും അമേരിക്കയുടെ ലിബിയൻ ഇൻവേഷന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഒസാമ ബിൻ ലാദൻ വിമോചന പോരാളിയായിരുന്നു, പിന്നീട് തീവ്രവാദിയായി മാറുന്നു. അബു മുഹമ്മദ് അൽ ജോലാനി തീവ്രവാദിയായിരുന്നു, പിന്നീട് സിറിയയുടെ പ്രസിഡന്റായി മാറുന്നു. അറ്റ്ലാന്റിക് മാഗസിൻ they ran that story. I mean, I have the screenshot. Imagine. I can't write that headline in my paper. I will be sacked. My boss will fire me. സ്റ്റാൻലി ജോണി പറയുന്നതല്ല, ഇത് ഫോമർ അമേരിക്കയുടെ CIA ബോസ് പറയുന്നതാണ്. അപ്പൊ അവര് പോലും അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതായത് മൊസാദ് അവിടെ ഉണ്ട്, CIA അവിടെ ഉണ്ട്, MI6 അവിടെ ഉണ്ട് എന്നുള്ളത്. 24 വർഷത്തിനുള്ളിൽ 20,000 കുട്ടികളെ കൊന്ന ഒരു യുദ്ധമാണത്. ഇസ്രായേലിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഉപരോധം എന്ന് പറയുന്ന സംഗതി റൂൾസ് ബേസ്ഡ് ഓർഡറിന്റെ ഭാഗമല്ലാത്ത രാജ്യങ്ങളുടെ മീതെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ടൂളാണ്. ആദ്യം ഉപരോധം, രണ്ടാമത് പ്രൊപ്പഗാൻഡ, മൂന്നാമത് റെജീം ചേഞ്ച്, നാലാമത് നിങ്ങൾ വെൽത്ത് എക്സ്ട്രാക്ഷൻ നടത്തുക എന്നുള്ള ഒരു ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഉപരോധം. ദേ വാണ്ടഡ് ഇറാൻസ് ഓയിൽ റിസോഴ്സസ് 1950s. അത് നാഷണലൈസ് ചെയ്തു എന്നുള്ളതാണ് മുഹമ്മദ് മൊസാദക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ്. ചിലി, അവിടുത്തെ കോപ്പർ മൈനുകൾ നാഷണലൈസ് ചെയ്ത ആളാണ് സാൽവദോർ അയൻഡെ. അപ്പൊ അയൻഡെ പുറത്താക്കി തിരിച്ച് അഗസ്റ്റോ പിനോഷേനെയാണ് കൊണ്ടുവരുന്നത്. കോങ്കോ, പാട്രിസ് ലുമുംബ ആയിരുന്നു കോങ്കോയുടെ പ്രസിഡന്റ്. കോങ്കോയിലെ മൈൻസിനെ നാഷണലൈസ് ചെയ്ത ആളാണ്. പാട്രിസ് ലുമുംബയെ ബെൽജിയംസും CIA-യും MI6-ഉം ചേർന്നിട്ടാണ് അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നത്. ഇറാഖ് സദാം ഹുസൈനെ ആക്രമിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി അവർ ചെയ്തത് ഇറാഖിന്റെ ഓയിൽ റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. വെനസ്വേല മദൂരയെ പുറത്താക്കിയിട്ട് ഇപ്പൊ ട്രംപ് പറഞ്ഞത് ദാറ്റ് വി ആർ ഗോയിങ് ടു റൺ ദ കൺട്രി ലൈക്ക് എ കമ്പനി. ഗ്രീൻലാൻഡ്, എന്തിനാണ് ട്രംപിന് ഗ്രീൻലാൻഡ് വേണ്ടത്? ഗ്രീൻലാൻഡ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് റെയർ എർത്ത്. Greenland is also has that strategically important location. Why countries always wanted to go to Russia? Now, Russia is rich with resources. So resource extraction is part of the imperial conflicts. It has always been part of the imperial conflicts.